24 ദിവസം കൊണ്ട് SM ലീഡറായിട്ടുള്ള വേഗതയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വിപിൻദ സാറിനെ ഞാൻ വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ആത്മാർത്ഥത്തോടെ ക്ഷണിക്കുകയാണ്. വെൽക്കം വിപിൻദ സാർ. താങ്ക് യു സാർ. ഹായ്. ഹലോ. ഞാൻ എൻ്റെ പേര് പരിചയപ്പെടുത്തി. പേര് വിപിൻ എന്നാണ്. കോഴിക്കോടാണ് സ്വദേശം വരുന്നത്. ഫിജിക്കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏറ്റെടുത്ത് ഏകദേശം ഒരു 2019 ഈ ബിസിനസ് ഏറ്റെടുത്തത്. ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ഒരു AC ഹാളിൽ ഇരുന്നിട്ടൊന്നല്ല ഞാൻ ഈ ഒരു കൺസെപ്റ്റ് കേട്ടത്. എൻ്റെ ഒരു സുഹൃത്ത് മുഖേന എന്താ പറയുക, വളരെ അപ്രതീക്ഷിതമായിട്ട് കേട്ടതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് എന്താണെന്ന് പോലും അറിയാതെ മനസ്സിലാക്കാതെയാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തത്. ഈ ബിസിനസ്സിന് മുന്നേ ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു. കോഴിക്കോട് ഓയോ ഹോംസ് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. ഓക്കെ. അല്ല, എന്നെ അറിയുന്നവർക്ക് അറിയാം, എനിക്ക് റേഡിയോ പോലെ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇവൻ പോളിസി അല്ലേ, അതല്ലേ ഒരു രസം. അതുകൊണ്ട് വെച്ചാണ് ഇപ്പോൾ ഓയോ ഹോംസ് എന്ന് പറയുന്നത് ഹോട്ടലുകൾ വാങ്ങാൻ വേണ്ടി ഹോട്ടലുകൾ വേണ്ട എന്ന് കാണിച്ചു തന്നിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിന്റെ ഇലക്ട്രീഷ്യൻ വെൻഡർ വർക്ക് എടുക്കലായിരുന്നു. അതായത് ഇത് ഇന്ത്യയിലുള്ള എല്ലാ റൂംസും ഒരേപോലെ ആയിരിക്കും. ബെഡ് ലൈറ്റും AC അങ്ങനെയൊക്കെ. അപ്പോൾ അതിന് ഓരോ സ്ട്രക്ചറായി, ഹോട്ടലുകളിൽ ഓരോ സ്ട്രക്ചറായിരിക്കും. ആ സ്ട്രക്ചറിൽ വയറിങ് വലിക്കാന്നുള്ളതാണ്. മാസം ഒരു 30,000 രൂപ വരുമാനമായിട്ടാണ് പോകുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കൺസെപ്റ്റ് വരുന്നത്. അപ്പം ആ ഓയോ ഹോംസ് വിട്ടു. പിന്നീട് ലാസ്റ്റ് എടുത്തൊരു സൈറ്റ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ്, BJPന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസായിരുന്നു എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മതിൽ വെട്ടുന്ന സമയത്താണ് ഈ കൺസെപ്റ്റിൽ അതുല്ലാന്ന് പറഞ്ഞ ആള് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഞാനും ആളും പോളി പഠിച്ചിട്ടുണ്ട്. ആള് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഒരു സംഘടനാ പ്രവർത്തനത്തിലാണ് ആളെ പരിചയപ്പെട്ടതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും പഠിച്ച മേഖലയിലല്ല ജോലി ചെയ്തു പോയത്. എനിക്ക് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 27 സപ്ലി ഉണ്ടെങ്കിൽ ആൾക്ക് ഏകദേശം 28 സപ്ലി ഉണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാലോ, സപ്ലി ഉണ്ടായതുകൊണ്ട് തന്നെ ആ മേഖലയിൽ പഠിച്ചു പോകാൻ പറ്റില്ല. അപ്പം ഞാൻ ചെറുപ്പത്തിലെ ജോലിക്ക് പോകാറുണ്ട്. കാരണം എൻ്റെ അച്ഛൻ മരണപ്പെട്ടത് 2007 ഞാനൊരു മുക്കുവ ഫാമിലിയിലാണ് താമസിച്ചതൊക്കെ. പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. തീരദേശ മേഖലയിൽ 16ഓളം ആളുകൾ നിൽക്കുന്ന ഒരു കൂട്ടുകുടുംബ ഫാമിലിയിലാണ് ജനിച്ചതൊക്കെ. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ അച്ഛൻ മരണപ്പെട്ടുകൊണ്ട് തന്നെ പാപ്പന്മാരുടെ അടുത്തൊന്നും അമ്മ ഒരു കാര്യത്തിൽ പോയിട്ടില്ല. അപ്പൊ എനിക്കൊരു ചേട്ടനുണ്ട്, എൻ്റെ നേരെ വിപരീതമാണ്. പഠിക്കാൻ മോശക്കാരനായിട്ടല്ല സപ്ലൈ ചെയ്തത്. എനിക്കറിയാം, ഒരു ഗവൺമെന്റ് കോളേജ് പഠിക്കുന്ന ആരെയും ഉണ്ടോ അവിടെ? പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അവിടെ ഒരു ഫ്രീഡം വേറെ തന്നെ അല്ലേ. നമുക്ക് കുറച്ച് ഫ്രീഡം കിട്ടും. ലൈഫ് എന്താണെന്ന് കൂടി കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഇയർ പഠിച്ചു പാസ്സായി, സെക്കൻഡ് ഇയർ പഠിച്ചു പാസ്സായി, തേർഡ് ഇയർ വരുമ്പോഴത്തേക്ക് കുറച്ച് സംഘടനാ പ്രവർത്തനങ്ങൾ വന്നു. വെറുതെയാണ്, വേറെ ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. അപ്പോൾ കഴിഞ്ഞ സമയത്ത് കൂടെ പഠിച്ചവരൊക്കെ പാസ്സായി, ജോലി പോയ സമയത്ത് ലൈഫ് പോകായി പോയെന്ന് വരെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ആള് കൺസെപ്റ്റായിട്ട് വന്നു. കൺസെപ്റ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ന് എന്ത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. എനിക്ക് മനസ്സിലായ കാര്യം 50,000 രൂപ ബൈക്ക് ഫണ്ട്, 5 ലക്ഷം രൂപ കാർ ഫണ്ട്, 50 ലക്ഷം രൂപ പ്രീമിയം കാർ, 1 കോടി രൂപ ഹോം ഫണ്ട്. എനിക്ക് മനസ്സിലായിരുന്നു. വേറെ ഒന്നും മനസ്സിലായിട്ടില്ല. ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടോ? എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായി. പഠിക്കണം. അതെ, ഞാനും ഇതുപോലെ തന്നെയാണ് ഈ കൺസെപ്റ്റ് വന്നത്. ഈ ഹോള് വിട്ടു പോകുന്നതിനേക്കാൾ മുന്നേ ചോദിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾ ആരാണോ ഈ ബിസിനസ് പരിചയപ്പെടുത്തിയ വ്യക്തി, അയാളിൽ നിന്ന് വ്യക്തമായ ഉത്തരം, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയുള്ള ഉത്തരം ഉണ്ടെങ്കിൽ മാത്രം ഈ ബിസിനസ് ചെയ്യുക. ഞാൻ പറഞ്ഞതിന് പുറത്തോ, ഇന്നിവിടെ കുറെ ലീഡേഴ്സ് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്, അവർ സംസാരിച്ചതിന് പുറത്തോ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യരുത്. ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഈ ഹോൾ വിട്ടു പോകും. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയാം, 2019 ഇതൊന്നും മനസ്സിലായിട്ടില്ല. ഞാൻ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു, ഇതിന്റെ കൂടെ ഒരു മന്ത്ലി പെർഫോമൻസ് ബോണസ്, 3ാമത്തെ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ മാസം ഒരു 10,000 രൂപ മുതൽ ഒരു 15,000 രൂപ വരെ കിട്ടും. അപ്പൊ അത് കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒന്ന് നോക്കാം. കാരണം 30,000 രൂപ കിട്ടിയിട്ടും വലിയ രീതിയിലുള്ള ഒരു
മാറ്റി വെക്കൽ എന്നെ സംബന്ധിച്ചോളം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10ാം ക്ലാസ് മുതൽ ഞാൻ ക്ലാസ്സിന് പോകാറുണ്ട്. എൻ്റെ ചേട്ടൻ ഞാൻ പറഞ്ഞു വിപരീതമാണ്. വേറൊന്നല്ല, ഞാൻ സപ്ലി ഉണ്ടെങ്കിൽ ആള് ഡിപ്ലോമ പാസ്സായി, ബിടെക് പാസ്സായി. അപ്പോൾ ഈ 2 എഞ്ചിനീയറിംഗ് പഠിച്ച ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ എത്രത്തോളം ചെലവുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് എത്രത്തോളം ചിലവ്. ഇപ്പോൾ 2 പേര് ഒരു വീട്ടിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ എത്രത്തോളം ചിലവുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എന്നെയും എൻ്റെ ചേട്ടനെയും ഒക്കെ അമ്മ ചെറുപ്പത്തിലെ പഠിപ്പിച്ചുണ്ടാക്കി വെക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മേന്റെ മുന്നിൽ പോയിട്ടൊരു അമ്മ എനിക്കിങ്ങനെ സുഹൃത്തുക്കളായിട്ടൊന്ന് പുറത്തേക്ക് പോകണം, സിനിമ കാണാൻ പോകണം, പൈസ വേണമെന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പൈസ വേണം എന്ന് ചോദിക്കാനില്ല. സ്വന്തമായിട്ട് ജോലിക്ക് പോയി. അമ്മയുടെ അനിയന്റെ കൂടെയാണ് ആദ്യമായിട്ട് ഇലക്ട്രീഷ്യൻ പണിക്ക് പോയത്. 450 രൂപക്ക് ആദ്യമായിട്ട് കൂലിക്ക് നമ്മൾ പോയി. 10ാം ക്ലാസ് ക്ലാസ്സിന് ഇടയിൽ കൂടി പോകും, +1 +2 ക്ലാസ്സിന് ഇടയിൽ കൂടി പോകും, ഡിഗ്രി ക്ലാസ്സിന് ഇടയിൽ കൂടി പോകും, ഡിപ്ലോമ ക്ലാസ്സിന് ഇടയിൽ കൂടി പോകും. പിന്നെ ഡിപ്ലോമ പഠിച്ച മേഖലയിൽ ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇലക്ട്രീഷ്യന്റെ പണിയായി ഏകദേശം 2 കൊല്ലത്തോളം, അങ്ങനെ 5 കൊല്ലത്തോളം ഞാൻ ഈ മേഖല ജോലി ചെയ്തുകൊണ്ട്. നമ്മൾ 5 കൊല്ലം ഏതെങ്കിലും ഒരു മേഖലയിൽ ജോലി ചെയ്ത് എന്താവും? മേസ്തിരിയാവും. അതുപോലെ ഞാനും മേസ്തിരിയായി. ഏകദേശം ഒരു 1100 രൂപ അല്ല ഒരു ദിവസം കിട്ടുന്ന രീതിയിൽ മാറി. അങ്ങനെ ആ ജോലിയെല്ലാം ചെയ്ത് പോകുന്നുണ്ടായിട്ടും സത്യം പറയാം 30,000 രൂപ കിട്ടിയിട്ടും മതിയാവുന്നില്ല, മുതലാകുന്നില്ല. കാരണം ആഴ്ചയിൽ ഒരു പൈസ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പോലും നമ്മൾ ഞായറാഴ്ച ദിവസം, എല്ലാവരും സാധാരണക്കാരൻ്റെ ദിവസമായ ഞായറാഴ്ച ദിവസം ഒന്ന് അടിച്ചു പൊളിക്കും. അതന്നെ ഒന്ന് പുറത്തേക്കെല്ലാം പോകും. ഈ പാവന്റെ തന്നെ ആഴ്ചയിൽ എടുത്ത പണി മൊത്തം പൈസ തീരും. കാരണം പൈസ വീട്ടിൽ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടക്കുന്നില്ല. ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു എന്നെ സംബന്ധിച്ച്. ഒരു 21 വയസ്സുകാരൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വെച്ചാ? വണ്ടി അല്ലെ, ഒരു ബൈക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹം. സത്യം അദ്ദേഹം പറഞ്ഞ റെഡിയാണ്. എൻ്റെ കൂടെ 2019 എൻ്റെ കൂടെ പയ്യോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ കമ്പനിക്കാർ, എൻ്റെ സുഹൃത്തുക്കൾ, അവരുടെ കയ്യിൽ 3 ചെക്കന്മാരായെങ്കിൽ പുതിയ ഡ്യൂക്ക് വാങ്ങി. ഇന്നത്തെ ഡ്യൂക്കല്ല, ഇന്ന് നിങ്ങൾക്ക് റോഡിൽ കാണുന്ന സമയത്ത് അത്ര ഫുള്ള് വണ്ടികളാണ്. അന്ന് 2018 ഇത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു. അപ്പൊ ഇതും കൊണ്ട് പോകുന്ന സമയത്തൊക്കെ ആളുകൾ എന്ത് ചെയ്യും? ഒന്ന് നോക്കും. കാരണം അങ്ങനത്തെ സൗണ്ട് അത് വണ്ടി കണ്ടില്ലേ? കോട്ടയത്തില്ലത്. അപ്പൊ പിന്നെ അപ്പൊ ആ ഒരു വണ്ടികൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ബാക്കില് നമുക്ക് മുന്നിലിരിക്കാനില്ല. കാരണം വണ്ടി വാങ്ങിയവൻ ഇത് തരൂല. കാരണം ഇവൻ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ, ഇതിന്റെ പാർട്സിന് എക്സ്പെൻസീവ് ആണ്. ഇതെന്താ ആയിരിക്കാൻ ഇവൻ ഇത് നന്നാക്കാനുള്ള അർഹത ഉണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക പൈസ ഉണ്ടോ എന്നുള്ളതുകൊണ്ട് ഇപ്പൊ വണ്ടിയല്ല. അപ്പൊ ഇതിന്റെ പിറകിലിരിക്കണം. ഇത് എന്റെ കോളേജിന്റെ മുന്നിൽ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ ചീറി പാഞ്ഞു പോകുമ്പോൾ നമ്മൾ ഒരിക്കലും നോക്കൂല. നോക്കുന്നവനായിരിക്കും മുന്നിലിരിക്കുന്നവനായിരിക്കും നോക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രശ്നമുണ്ട്. ഒന്ന് ഓടിച്ചാൽ നമ്മളെ നോക്കും, പക്ഷെ ഓടിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ പൈസ കൂട്ടി വെച്ച് ഒരു ബൈക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഴ്ചയിൽ അടിച്ചു പൊളിക്കുന്നതിന്റെ ഒരു പകുതി ഇങ്ങനെ മാറ്റി വെച്ചു. ഒരു 50,000 രൂപ IP ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും? ലോണിൽ വണ്ടി എടുക്കാം. കൂട്ടി വെച്ച് നമ്മളൊരു സിനിമയില്ലേ, അമർ അക്ബർ അന്തോണി കണ്ടില്ലേ? പൃഥ്വിരാജും ഇന്ദ്രജിത്തും ജയസൂര്യായിട്ടുള്ള കണ്ടില്ലേ? ഈ പടത്തിൽ ഇവര് 3 പേരും കൂട്ടി വെക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് പോകാൻ. പട്ടായ അല്ലെ, തായ്ലൻഡിൽ പട്ടായ പോകാൻ വേണ്ടി ഇങ്ങനെ കൂട്ടി വെച്ച് ലാസ്റ്റ് എന്ത് ചെയ്യും? അച്ഛൻ ഹോസ്പിറ്റലായ സമയത്ത് എന്തായി? പട്ടായ പിന്നെ ആക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഡ്യൂക്ക് ആവാൻ 50,000 ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരിക. ഡ്യൂക്കിന്റെ സ്വപ്നം പിന്നെയും നിന്നു. അങ്ങനെ ഏകദേശം 2 കൊല്ലത്തോളം പണിയെടുത്തിട്ട് എനിക്ക് മനസ്സിലായി ബൈക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോഴും നമ്മുടെ കൂടുതൽ 2-3 എണ്ണം വാങ്ങി. അവിടുന്ന് എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ബിസിനസ് ചെയ്യാം എന്ന്. അപ്പൊ പോളി പഠിച്ച കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് കുറച്ച് സുഹൃത്തുക്കൾ എന്നെ പോലെ തന്നെ സപ്ലിയുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. കൂടെ പഠിച്ചവരും അടിപൊളിയായി ജീവിക്കുന്ന സമയത്ത് ഞങ്ങള് മുന്നിൽ തുറന്നിരിക്കുന്ന കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും? ബിസിനസ് ചെയ്യാം. അങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു തട്ടുകട തുടങ്ങുന്നത്. ഒരു തട്ടുകട തുടങ്ങാൻ എത്ര രൂപ വരും? ഇവിടെ ഉണ്ടോ തട്ടുകട തുടങ്ങിയ ആരും ഉണ്ടോ? ഉണ്ട്. എത്ര രൂപ വരും മാഡം? 50 രൂപ വണ്ടിയല്ലോ. ഓക്കെ, മാഡം പറഞ്ഞ റെഡിയാ. ഞങ്ങൾക്ക് ഏകദേശം ഒരു 72,000 രൂപ. ഇവിടെ ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാരുണ്ടോ? ഓഫീസർമാർ ഇല്ല. അവർ അണ്ണാക്കി കയറ്റാൻ കുറച്ച് പൈസ കൊടുക്കണം. ഒരു 50,000 കൊടുത്ത് ബാക്കി പൈസ അവർക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യൂല്ലേ? ലൈസൻസ് വേണ്ടേ? ഫുഡ് കൊടുക്കല്ലേ? അപ്പൊ അങ്ങനത്തെ കൊടുത്തിട്ടോ? ഇല്ല, നല്ല ലൈസൻസ് കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ അല്ലായിരുന്നു, നമുക്ക് അത് കൊടുക്കേണ്ടേ വന്നു. അങ്ങനെ ഏകദേശം 70,000 രൂപക്ക് നമുക്ക് എന്തായി ഇത് തുടങ്ങി കഴിഞ്ഞ് ഒരു 4-5 മാസം നല്ല വൃത്തിയിൽ ഓടി. 6ാമത്തെ മാസം പൂട്ടി. കാരണം പൂട്ടാൻ വേറൊന്നല്ല,
ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിനൊരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത വേണമായിരുന്നു. 4 മാസം കഴിഞ്ഞപ്പോ നീ നോക്ക്, മറ്റേ സിനിമയില്ല നന്ദനത്തില് ദശാണിമ നടന്നത് അതുപോലെയായിരുന്നു. 4 ആള് നീ ഉണ്ടാവില്ല ഇന്നോടെ, അല്ല ഞാൻ ഉണ്ടാവില്ല, ഞാൻ ഇന്നോടെ ആളാ, എന്നാ നീ കൊടുക്കില്ല. ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധയില്ലാണ്ട് ഇത് കൂട്ടി അവിടെ. പക്ഷെ ഒരു ലാഭത്തിലായിരുന്നു. ആ 4 മാസം നമുക്ക് ലാഭം ഉണ്ടായി, അതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിച്ചില്ല. അപ്പൊ അവിടെ നിന്ന് നമുക്ക് മനസ്സിലായി ബിസിനസ് ആണ് അൾട്ടിമേറ്റ്. കാരണം എനിക്ക് അതിന് മുന്നേ മനസ്സിലായത് പറഞ്ഞത്, എന്റെ അച്ഛൻ 14-ാം വയസ്സിൽ ജോലിക്ക് പോകുന്നു, കടലിനോട് മല്ലിടാൻ പോയിട്ടുണ്ടായിരുന്നു. 49-ാം വയസ്സിൽ ആള് മരണപ്പെട്ടു. ഈ ടൈം വരെയാണ് നല്ല കഠിനാധ്വാനിയാണ്, നല്ല രീതിയിൽ ആള് ഹാർഡ് വർക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു ദുശീലങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കുടുംബം നല്ല രീതിയിൽ നോക്കും. പക്ഷെ ഒരു നീക്കിയിരിപ്പ് വെക്കാൻ പറ്റിയില്ല. വേറെ ഒന്നല്ല, അച്ഛന് 3 അനിയന്മാരുണ്ട്. എനിക്കുണ്ടായ അതേ സ്ഥിതി തന്നെ അച്ഛനും ഉണ്ടായത്. അച്ഛന്റെ ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചുപോയി. ആ മരണപ്പെട്ടുകൊണ്ട് തന്നെ അച്ഛനായിരുന്നു കുടുംബം നോക്കിയത്, മൂത്ത മകനായിരുന്നു. 3 അനിയന്മാരെ കല്യാണം കഴിപ്പിച്ചു വിട്ടു, ഒരു പെങ്ങളുണ്ട്, ആളെയും കല്യാണം കഴിപ്പിച്ചു വിട്ടു. സ്വന്തം മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നീക്കിയിരിപ്പ് വെക്കുമ്പോഴത്തേക്ക് ആള് മരണപ്പെട്ടു. അപ്പൊ എന്റെ അച്ഛൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്, തീ തൊട്ടാ പൊള്ളും. ഇനി ഞാൻ പോയിട്ട് തീക്കണൽ ഓടേണ്ട ആവശ്യമുണ്ടോ? അപ്പം പിന്നെ എനിക്കറിയാം ദിവസം പണിക്ക് പോയിട്ട് രക്ഷപ്പെടില്ല എന്നുള്ളൊരു തോട്ടലാണ്. എന്റെ നാട്ടിൽ ദിവസം പണിക്ക് പോയി രക്ഷപ്പെട്ടു കൊടുത്തിട്ടില്ല. കോട്ടയംകാരുണ്ടോ? അപ്പൊ വെറുതെയില്ല. അപ്പൊ ദിവസം ജോലിക്ക് പോയിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് നമുക്ക് ടാക്സ് ഈടാക്കാൻ പറ്റാത്തൊരു മേഖല ഉണ്ട്, അറിയോ? കൂലിപ്പണിന് ടാക്സ് ഇടാക്കണ്ട, അല്ലാതെ ഒരു മേഖല ഉണ്ട്. ലക്ഷങ്ങൾ വന്നാലും ടാക്സ് ഇടാക്കണ്ട. കൂലിപ്പണിയിൽ നമ്മൾ ടാക്സ് ഇടാക്കാൻ 5 ലക്ഷം രൂപയുടെ മുകളിൽ ഒരു കൊല്ലം വരുമാനം വാങ്ങിയാൽ എന്ത് ചെയ്താവും? ഇന്ത്യൻ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണുള്ളൂ. കൂലിപ്പണിക്കാരന് ഒരു കൊല്ലം 5 ലക്ഷം രൂപയുടെ മുകളിൽ കിട്ടണ്ടോ? ആലോചിച്ച് കൂട്ടി വെക്കാം. അതന്നെ നോക്കുന്നില്ല. അപ്പൊ 5 ലക്ഷം രൂപയുടെ മുകളിൽ എന്ത് ചെയ്യണം? നമുക്ക് ടാക്സ് ഈടാക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് മത്സ്യബന്ധന മേഖലയിൽ എന്ത് ചെയ്യണം? ടാക്സ് ഈടാക്കുന്നത്. ഇപ്പം ഞാനൊരു മുക്കുവനാണ്. എന്റെ നാട്ടിൽ മത്സ്യബന്ധനം രീതിയിൽ നല്ല എല്ലാ ദിവസവും പണിക്ക് പോകുന്ന ആളുകളുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ വീടുകളോ അല്ലെങ്കിൽ അവരുടെ ജീവിത സ്റ്റൈലോ ഒന്നും വലിയൊരു മാറ്റങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. അപ്പം നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവിടെ ഒരു വിഭാഗം ആളുകൾ മാത്രം നല്ല രീതിയിൽ ജീവിക്കുന്നു, നല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു. ഞാൻ അവരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ സമയത്ത് അവർ കച്ചവടക്കാരാണ്. അതായത് ഈ മീൻ കടലിൽ നിന്ന് കൊണ്ടുവരുന്ന ആളുകൾ ആ കൊണ്ടുവന്ന മീൻ എന്ത് ചെയ്യും? ഇതിന്റെ ഒരു മീഡിയേറ്റർ ഉണ്ടാവും, ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ഒരു ലോറി കൊണ്ട് വിൽക്കുന്ന സമയത്ത് ചെറിയ കച്ചവടം നല്ല കിട്ടുന്നത്, ലക്ഷങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത്? മീഡിയേറ്റർ. കാരണം തുച്ഛമായ വരുമാനമാണ് മുക്കുവർക്ക് എന്ത് ചെയ്യുന്നത്? ഇവർ കൊടുക്കുന്നത്, ഇവർ കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ കച്ചവടക്കാർ, ആ ഒരു വിഭാഗം കച്ചവടക്കാരുണ്ട്, അവരുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്ത് ചെയ്യണം? അന്ന് ആ മേഖലയിലേക്ക് പോവാം. പക്ഷെ നോക്കുമ്പോൾ ലോറി വാങ്ങണം, അതുപോലെ തന്നെ ബോക്സ് വാങ്ങണം. 1000 ബോക്സിന് എത്ര രൂപ എന്നറിയോ? ഒരു ബോക്സിന് 450 രൂപ. 1000 ബോക്സിന് നിങ്ങൾ കൂട്ടിയാൽ മതി, എത്ര ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്റെ ബാക്കപ്പ് വലിയ ബാക്കപ്പും കാര്യങ്ങളൊന്നുമില്ല വീട്ടിൽ. തട്ടുകട തുടങ്ങാൻ തന്നെ അതിങ്ങനെ തുടങ്ങിയെന്നുള്ളത് എനിക്ക് നല്ല പറയാം. അപ്പം അത് വീട്ടിൽ ചോദിക്കാൻ വലിയ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഇല്ല. ഇപ്പം എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട് പയ്യോളി, എൻ്റെ അമ്മേൻ്റെ വീട് പയ്യോളിയാണ്. സുഹൃത്തിനോട് എന്നും പോകുന്ന സമയത്ത് ഈ ജോലി കഴിഞ്ഞ് വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്ക് ആള് മൊബൈൽ ഷോപ്പിലുണ്ടാവും. അവിടെ അങ്ങനെ പോയി ഇരുന്നിട്ട് ഭയങ്കര കഥയായിരിക്കും രണ്ടുപേരും. വലിയ വലിയ ആശയങ്ങളായിരിക്കും. ഐഡിയ എന്നെല്ലാം പറഞ്ഞാൽ 100 ഐഡിയ ഉണ്ടാകുന്നില്ല ഞങ്ങൾ രണ്ടുപേരും. കുറെ കഥ ഒരു പറഞ്ഞ് ലാസ്റ്റ് ഒരു സാധനത്തിന് വിളിക്കും. എന്താ അറിയോ? പൈസ. അല്ല, ഇതെല്ലാം സംഭവമാണല്ലോ, അടിപൊളി ഐഡിയ. പക്ഷെ പൈസ വേണ്ടേ? എങ്ങനെ ചെയ്യും? ഇപ്പം പൈസ ഇല്ല. ഈ പറഞ്ഞ പോലെ ബിസിനസ് തുടങ്ങാൻ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇതുപോലൊരു കൺസെപ്റ്റ് വരുന്നത്. നിങ്ങൾ വിചാരിക്കും ഞാൻ ചാടി കയറി എടുത്തത്. ഇല്ല. അതുല്ലാദ് എന്ന് പറയുന്ന സുഹൃത്ത് വന്നിട്ട് പ്ലാൻ പോലും പറഞ്ഞിട്ടില്ല. ഫിജിക്കാർഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിനാണ് കൺസെപ്റ്റ്. ഇതൊരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ MLM ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയും ഇനി കൂടുതൽ ഒന്നും പറയണ്ട, എനിക്കറിയാം. MLM മറ്റേതല്ലേ അനീഷൻ? നമുക്ക് അറിയില്ല എന്താണ് MLM എന്ന് പോലും അറിയില്ല. പക്ഷെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് MLM-ന്റെ ഫുൾ ഫോം എന്നുള്ളത് ഫിജിക്കാർഡ് വന്നപ്പോഴാണ് അറിഞ്ഞത്. അന്നറിയില്ലായിരുന്നു. 1.5 ആഴ്ച വരെ കൊണ്ട് തൊള്ളോർക്കാൻ ഞാൻ സംഭവിച്ചില്ല. ഇവൻ ഫിജിക്കാർഡിനെ പറ്റി എന്ത് പറഞ്ഞു പറയുമ്പോൾ ഞാൻ പറയണ്ട. ലിറ്റിൽ ബോബി ന്യൂ ഷാറ അങ്ങനെ ലിറ്റിൽ ബോബി അതല്ലേ? നമ്മളൊരാളെ കളിയാക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നിങ്ങൾ കളിയാക്കല്ലേ? കളിയാക്കിയ സമാധാനം കിട്ടും. അതറിയ എല്ലാത്തിനും കേട്ടോ സമാധാനം. നിങ്ങൾ നോക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണേ. അവരെ കൂടെ അടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. സമാധാനം വേണം. രണ്ടാളെ കളിയാക്കണം.
കളിയാക്കുന്നവർക്ക് സമാധാനം കിട്ടും. അത് അങ്ങനെ കിട്ടുമോ? വേണോ? അല്ലാത്തൊരു നമ്മൾ കളിയാക്കുമ്പോ എന്താ നമുക്ക്, അതായത് ഞാൻ കളിയാക്കാണ് അല്ലെ മേഡം എന്നെ കളിയാക്കാണ്, എന്നിൽ നിന്ന് എന്താണ് മേഡം ഉദ്ദേശിക്കുന്നത്? മേഡം ഹാപ്പി ആവില്ല എങ്ങനെയായിരിക്കും മേഡം എന്നെ കളിയാക്കുമ്പോ? ഒന്നേ ഞാൻ കരയണം, അല്ലെ എനിക്ക് ദേഷ്യം വരണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എനിക്ക് എന്താ കിട്ടുള്ളൂ? ആളെ ഹാപ്പി ആവുള്ളൂ. അപ്പോ അതുൽ സാർ ആദ്യം ഞാനിത് ഇങ്ങനെ പറയുന്ന സമയത്ത് ലാസ്റ്റ് തുടക്കം ഫിസിക്കായിട്ടൊന്നുമല്ല, വന്നതിനെ കമ്പനിക്കാരുടെ എന്തെങ്കിലും എല്ലാം പറഞ്ഞ് ഇങ്ങനെ പോകും. അങ്ങനെ പറഞ്ഞു പോയിട്ട് അറ്റത്തെത്തുമ്പോൾ എന്ത് ചെയ്യും? ഫിജിക്കാരന്റെ കാര്യം പറയും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? തുടങ്ങും ഫിജിക്കാരന്റെ കഥകൾ പറഞ്ഞു ഇത്ര അങ്ങ് കളിയാക്കാൻ തുടങ്ങും. എന്താണെന്ന് പോലും അറിയില്ല. അങ്ങനെയാണല്ലോ മലയാളികൾ അല്ലേ? ഒന്നും അറിയില്ലെങ്കിലും, ഒരു ABCD പോലും അറിയില്ലെങ്കിലും അവന് ഉപദേശിക്കും, അഭിപ്രായം തരും. അതുപോലെ തന്നെ ഞാനും അതുപോലെ തന്നെ എന്ത് ചെയ്തു? അവനെ ഉപദേശിച്ചു, അഭിപ്രായം പറഞ്ഞു. രണ്ടും അവന് തലയിൽ കയറാണ്ടപ്പോ നമ്മൾ എന്താക്കി? കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ കളിയാക്കുന്ന സമയത്ത് ആളിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം ആളെപ്പോഴും ദേഷ്യം പിടിച്ചു പോകും, ഞാൻ കളിയാക്കാൻ ദേഷ്യം പിടിച്ചു പോകും. അങ്ങനെ എല്ലാ ദിവസവും വരും. അപ്പൊ എനിക്കറിയില്ല, ഞാനിങ്ങനെ കളിയാക്കിയിട്ടും അല്ല, ആൾ എന്തിനാണ് എല്ലാ ദിവസവും എൻ്റെ അടുത്തേക്ക് വരുന്നത് എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആളിൽ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആളുടെ പേര് ഷേമിൽ എന്നാണ്. ആളെ കിട്ടണം ആർക്ക്? അതുനാഥ് നേരെ ഡയറക്റ്റ് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല. എന്നിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സംഭവം പറയുന്നത്. നമ്മളെ കളിയാക്കിയിട്ടും ആളെന്ത് ചെയ്യുന്നത്? നമ്മളെടുത്ത് വരുന്നത്. പക്ഷെ ചക്കിന് വെച്ചത് കൊക്കിനുണ്ട് പറഞ്ഞാല് ഷേമിൽ ചെയ്തില്ല, ആരാ ചെയ്ത്? ഞാനാണ് ചെയ്തത്. അപ്പം എങ്ങനെയാണ് ഈ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 2019 കോഴിക്കോട് ഭാഗത്തേക്ക് പ്രളയം വന്നത്. 2018 ഇങ്ങോട്ടാണ് അല്ലെ പ്രളയം വന്നത്. കോട്ടയം, ആലപ്പി, എറണാകുളം ഈ ഭാഗത്തേക്കെല്ലാം പ്രളയം വന്നത്. 2019 അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് കോഴിക്കോട് ഭാഗത്തേക്ക്. അവിടെ നമുക്ക് ഇലക്ട്രിക്കലിന് ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുണ്ട്? വെള്ളം കയറിക്കാൻ പിന്നെ പണിയെടുക്കാനില്ല. 1-2 ആഴ്ചത്തോളം ജോലി ഇല്ലാണ്ട്. അപ്പൊ ആൾ ഈ ഒരു ആഴ്ച എന്നെ കാണുന്ന സമയത്ത് ആൾ എന്നോട് പറഞ്ഞ 2-3 കാര്യങ്ങൾ. പിന്നെ എന്തുകൊണ്ടാണ് ഫിജിക്കാരുടെ പ്ലാൻ കേൾക്കാത്തത്? ഞാൻ പറഞ്ഞ 2-3 കാരണങ്ങളാണ്. ഒന്ന്, എനിക്ക് സമയമില്ല, ഈ ബിസിനസ് ചെയ്യാൻ സമയമില്ല. രാവിലെ 9 മണിക്ക് പോയാൽ ഞാൻ എത്തുന്നത് 5-6 മണിക്കാണ്. പിന്നെ ഈ ടൈം പീരീഡിൽ ഞാൻ എവിടെയാണ് ചെയ്യുന്നത്? രണ്ടാമത്തെ കാര്യം, എനിക്ക് മാസം ഒരു 30,000 രൂപ വരുമാനമുണ്ട്. ഞാൻ അത് ഹാപ്പിയാണ്. ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പൊ ആള് ഈ 2 കാരണങ്ങളും കേട്ടു. ഓക്കെ, എന്നോട് പറഞ്ഞു ഒരു 1000 രൂപ കടന്നോട്ടെ. 30,000 രൂപ കിട്ടേണ്ടത് 1000 രൂപ കടന്നോട്ടെ. സത്യം പറഞ്ഞിട്ട് ഈശ്വരൻ 100 ജോലി കിട്ടാനില്ല. അന്ന് ആൾ എന്നോട് പറഞ്ഞ കാര്യം, 30,000 രൂപ വരുമാനം കിട്ടിയിട്ടും 1000 രൂപ പോലും മാറ്റി വെക്കാനില്ലാത്ത ഒരു ജോലിയാണ് നീ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നത്. ഇവിടെ നിനക്കൊരു എക്സ്ട്രാ വരുമാനത്തിന്റെ ആവശ്യമുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാഴ്ച പണിക്ക് പോയിട്ടില്ലെങ്കിൽ നിനക്ക് നിന്റെ അക്കൗണ്ടിൽ വരുമാനം വരും. അപ്പൊ ഞാൻ ആളോട് ചോദിച്ചാലും, ജോലിക്ക് പോവാതെ ഏത് മേഖലയിലാണ് വരുമാനം കിട്ടുന്നത്? നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാതെ എവിടെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്? ഈ ചോദ്യം ചോദിച്ച സമയത്ത് പറഞ്ഞു നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ കിട്ടും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ മാത്രമല്ല ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ മാത്രം നമ്മുടെ ഇംഗത്തിന് വേണ്ടി മാത്രമല്ല, ഒരു കൂട്ടം ജനങ്ങളുടെ വരുമാനത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്താൽ അവരുടെ വരുമാനത്തിന് വേണ്ടി അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? വരുമാനം കയറുന്നു. ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത്. എന്താണെന്ന് മനസ്സിലായി? പറഞ്ഞ് ഒന്നുകൂടി ക്ലിയർ ആയില്ല. ഈ അടുത്ത് സിനിമ കണ്ടവർ എത്ര പേരുണ്ട്? ഏതാണ് സാറേ? ഞാൻ പുതിയൊരു പടം വന്നതായിരുന്നു. സിനിമ ഫുള്ള് കണ്ടു. അല്ല, അത് കഴിഞ്ഞ് വന്നായിരുന്നു. ജോർജ് ജോർജിന്റെ പണി. വേറെ കണ്ടില്ലേ? പടം കാണല്ലേ? എന്ത് കോട്ടയം സമയം വേണ്ട സാറേ, ഓടിയല്ലേ ജീവിതത്തിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ. ഇടക്കൊക്കെ ഒരു ചെറിയ എന്റർടൈൻമെന്റ് വേണം. ആകെ ശരാശരി മനുഷ്യന് ആകെ 70-75 വയസ്സുള്ളൂ. ആ സമയം 70-75 വയസ്സിന് പൈസ എന്ന് പറഞ്ഞ പായ. ഇടയ്ക്ക് ഒരു എന്റർടൈൻമെന്റ് ലൈഫ് കൊടുത്തില്ലെങ്കിൽ ഒരു കാര്യമില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ കോട്ടയംകാർ എന്റർടൈൻമെന്റ് തിരിയില്ലല്ലോ ആൾക്കാരാ, ആണോ? ആരുമില്ല. അത് വേറെ കാര്യം. പള്ളിപ്പെരുന്നാളെല്ലാം വന്നോട്ടെ സാറേ, ഞങ്ങൾ കളി കാണിച്ചതാണല്ലേ. അതെ. അപ്പൊ പണി എങ്ങനെയുണ്ട് സാറേ? നല്ല പടം, അടിപൊളി പടം. ആരെങ്കിലും റെഫർ ചെയ്ത് കൊടുത്തോ? ഒത്തിരി പേരോട്. ഒത്തിരി പേർക്ക് റെഫർ ചെയ്തു. അവര് പോയോ? ഒരുപാട് പേര് പോയി. എന്നിട്ട് അവര് എന്ത് അഭിപ്രായം പറഞ്ഞു? പൈസ നോക്കി വെറുതെ എന്നോട് പറ്റി പറഞ്ഞു പണി എന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞോ? അല്ല, കാണാൻ രസമുണ്ട്. തൃശ്ശൂര് ടൗൺ കാണിക്കുന്നുണ്ട്. അടിപൊളി പടം എന്ന് പറഞ്ഞല്ലേ? സാറിന് എന്ത് കിട്ടി? എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു കുറച്ച് സമയം ഒരു രസം കിട്ടി. ഒരു മനസ്സ് അത്രേ ഉള്ളൂ. ഒരു നല്ല സാരി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? ഇവിടെ കോട്ടയത്ത് നല്ലൊരു സാരീന്റെ കളക്ഷൻ വന്നു, പോയി വാങ്ങി. ചേച്ചി അടുത്തുള്ള ചേച്ചിനോട് പറഞ്ഞു കൊടുക്കൂലേ?
എന്റെ മോളെ അവിടെ നല്ല കളക്ഷനുള്ള സാധനം വാങ്ങിയിട്ട് കണ്ടനി ഒന്ന് കണ്ടു കൊടുക്കോ അല്ലേ? നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? എന്റെ കയ്യിലൊരു നല്ല ചൊറി പൊട്ടി. അപ്പോൾ ഈ ചേച്ചി വരുമ്പോൾ ശാന്തം ഡോക്ടർ ഉണ്ട്, അവിടെ പോയി എന്ത് ചെയ്യും? ഒരു ഓയിൻമെന്റ് വരും, നല്ല ഡോക്ടറാ, തൊലി നല്ല ഡോക്ടറെ, ആളെടുത്ത് പോയാൽ മതി. ഞാൻ അവിടെ പോയി ഓയിൻമെന്റ് തേച്ചു, ഒരാഴ്ചയുള്ളിൽ മാറി. ഈ ചേച്ചിക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടിയ ഇല്ലല്ലേ? അപ്പൊ നല്ലത് എന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പറഞ്ഞു കൊടുക്കാറുണ്ട്. ഫിജികാർഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ 4000-ലധികം പ്രൊഡക്റ്റുകളുണ്ട്. ഈ പ്രൊഡക്റ്റുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നല്ലതാണ് എന്ന് കണ്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ നിങ്ങളുടെ നാട്ടുകാർക്കോ നിങ്ങളുടെ അയൽവാസിക്കോ നിങ്ങൾക്ക് കൊടുക്കാം. പുണ്യം മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുക, ഇവിടെ പൈസ കിട്ടും. ഇതാണ് ഫിജികാർഡ്.com. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് ഫിജികാർഡ്.com. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് കുറെ അധികം പ്രൊഡക്റ്റുകൾ ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സംബന്ധിച്ചോളം 3, 4, 7 വെൽനസ് പ്രൊഡക്റ്റുകൾ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ 7 വെൽനസ് പ്രൊഡക്റ്റുകളായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം തന്നെ നമുക്ക് റിജക്ഷൻ ആയിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഏകദേശം 1.5 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ അടുത്ത് അതുൽനാഥ് എന്ന് പറയുന്ന ലീഡർ വന്നെടുത്താണ് എനിക്ക് ഈ ബിസിനസ് ചെയ്യണം എന്ന് തോന്നുന്നത്. അവിടുന്ന് ചെയ്ത സമയത്ത് ആദ്യം തന്നെ എനിക്ക് അറിയുന്ന സുഹൃത്തുക്കളോട്, ഞാൻ നിങ്ങളിരിക്കുന്ന പോലെ ഞാൻ ഇരുന്നിട്ടുണ്ട് 2019 കോഴിക്കോട് അസ്മാ ടവർ വെച്ച്. അപ്പം ആ അസ്മാ ടവറിൽ വെച്ചിട്ട് ഞാൻ ഇന്ന് സംസാരിക്കുന്ന പോലെ അന്ന് 2-3 ലീഡേഴ്സ് സംസാരിച്ചു. സെയിൽസ് മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ നിന്ന് മാസം ഒരു 30,000 രൂപ വരുമാനം വാങ്ങുന്ന 4-5 ലീഡേഴ്സ് സംസാരിച്ചു. ആ സംസാരിച്ച സമയത്ത് ഞാൻ നിങ്ങൾ ഇരിക്കുന്ന പോലെ ഞാനും ഇരുന്നിരുന്നു. അന്ന് എനിക്ക് ചിന്തിച്ച കാര്യമില്ല, എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ തന്നെയാണ് ആ സ്റ്റേജിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. എനിക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ആ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ ഇന്ന് ഹാപ്പിയാണ്. വേറൊന്നുമില്ല, അയാൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് പുറമെ ഫിജികാർഡിൽ എന്ന് പറയുന്ന ബിസിനസ്സിൽ നിന്ന് മാസം ഒരു 30,000 രൂപ അയാൾക്ക് കിട്ടുന്നു. പക്ഷേ ഈ ബിസിനസ്സിൽ കയറി നിന്നിട്ട് ഞാൻ ചെയ്യാത്ത എന്തൊക്കെയോ അയാൾ ചെയ്തു. അയാൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തയ്യാറായി എനിക്കും അതുപോലെ ആ വരുമാനം എനിക്ക് നേടാൻ പറ്റും. ഈ കാര്യം എനിക്ക് മനസ്സിലായ സമയത്ത് ഞാൻ നേരെ ഹോളിൽ നിന്ന് ഇറങ്ങി. ഫസ്റ്റ് BOP ആണ്, നോക്കണം. നിങ്ങൾ വന്നിട്ടുള്ള ആദ്യത്തെ പ്രോഗ്രാം പോലെ ഫസ്റ്റത്തെ പ്രോഗ്രാം വന്നു. നാട്ടിലേക്ക് നേരെ പോയി ബസ്സിൽ നിന്ന് ഇറങ്ങി റോട്ടുമ്പോൾ കാണുന്നതിന്റെ കോമിക്കാണ്, മച്ചാനെ രക്ഷപ്പെടാൻ പറ്റിയ മാർഗമുണ്ട്, പുതിയൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ തുടങ്ങി. എന്താണെന്നോ ഏതാണെന്നോ പോലും അറിയില്ല. അങ്ങ് വെച്ചടിച്ചോർത്ത് എനിക്കറിയുന്ന 50,000 കിട്ടും, 5 ലക്ഷം കിട്ടും, 1 കോടി കിട്ടും, 50 ലക്ഷം കിട്ടും എന്ന് പറഞ്ഞങ്ങ് തുടങ്ങിയാണ്. നമുക്കറിയാലോ എങ്ങനെ ഇത് പറയണം, ഏത് രീതിയിൽ ഇത് അവതരിപ്പിക്കണം. അങ്ങ് അടിച്ചു വെച്ചടിച്ചു. അപ്പൊ മുന്നിൽ നിൽക്കുന്ന ഒരു പുച്ഛ മനോഭാവം. കാരണം അവൻ ഇതേപോലെ കുറെ എണ്ണം കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ എന്നല്ല ഉദ്ദേശിക്കേണ്ടത്. ഇതിന്റെ ഈ ബൈനറി മെത്തേഡ് ഉണ്ടല്ലോ, ഈ വരുമാനം മാർഗം ബൈനറി പറഞ്ഞാൽ മനസ്സിലായോ? ലെഫ്റ്റ് ചാനലിൽ 100 PV പോയി, റൈറ്റ് ചാനലിൽ 100 PV പോയി. ആ സമയത്ത് 100 × 20 2,000 രൂപ കിട്ടും. ആ ചാനലേ ബൈനറി. ഓക്കെ. അപ്പൊ ഈ ബൈനറി മെത്തേഡിലൂടെ കുറെ കള്ള കമ്പനികൾ അല്ലെങ്കിൽ റോങ് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തു പോയിട്ടുണ്ട് മുൻകാലങ്ങളിൽ. അപ്പൊ ആ മുൻകാലങ്ങളിൽ കൊണ്ടേ പൈസ എത്താനാണ് എന്ത് പുച്ഛ മനോഭാവം ഇങ്ങനെ നിൽക്കും. അതായത് ഒരു ബെറ്റർ കമ്പനി ഉണ്ടാവില്ല, ബെറ്റർ മാനേജ്മെന്റ് ഉണ്ടാവില്ല, ഒന്നും തന്നെ അവൻ നോക്കിയിട്ടുണ്ടാവില്ല. അവനിങ്ങനെ കിട്ടുന്നതാണ് കൊണ്ടേ ചാടി, അതിനെ കുറിച്ച് പഠിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇതിനാണ് കൊണ്ടേ പൈസ അടി. ആ പൈസ അടിയോ ഇതേ മെത്തേഡാണ്, അതായത് ഇൻകം മെത്തേഡ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പുച്ഛ മനോഭാവം ഉണ്ടാവുള്ളൂ. അതിന്റെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ നെൽകൃഷി ലീഗലല്ലേ? അല്ലേ? നെൽകൃഷി, കഞ്ചാവ് കൃഷിയോ, അതെന്താ 2 കൃഷിയല്ലേ? 2 കൃഷിയല്ലേ? അപ്പൊ ഒന്ന് ലീഗലാണ്, ഒന്ന് ഇല്ലീഗലാണ് അല്ലേ? അതുപോലെ തന്നെയാണ് ഇത്. ഈ ബൈനറി മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പല കമ്പനികൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ആ കമ്പനികൾ ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. ഈ ബിസിനസ് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളോടാണ് ഫിജികാർഡ് എന്ന് പറയുന്ന ബിസിനസ് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് നിങ്ങൾ നോക്കണം. ഈ ബിസിനസിന്റെ ചെയർമാന്റെ പേരെന്താ? ബോബി ചെമ്മണ്ണൂർ അല്ലേ? അയാൾ ഒരു ഇല്ലീഗൽ കമ്പനി തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? ഡെയിലി 10 ലക്ഷം രൂപ കറക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അയാൾ. പൈസക്ക് ഒരു കുറവില്ല അല്ലെ? 150 വർഷം പാരമ്പര്യമുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പ്. ഇന്ന് വരെ തെറ്റായ രീതിയിൽ അവർക്ക് ഒരു പ്രചാരണം ഉണ്ടായിട്ടില്ല അല്ലേ? ഇത്രയും വർഷക്കാലമുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പ് ഫിജികാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തുടങ്ങുമ്പോൾ ഒന്നും ആലോചിക്കാതെ തുടങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലേ? ഇന്ന് ഈ ഗവൺമെന്റ് അംഗീകൃതമായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഫിജികാർഡിൽ അത് അവർ ചെയ്തിട്ടുണ്ടാവില്ലേ?
ഇനിയിപ്പോ ബോബി ചെമ്മണ്ണൂർ എടുത്തുചാടി ചെയ്യുന്നവരാണെങ്കിലും ആളുടെ ചുറ്റുപാട് എടുത്തുചാടി ചെയ്യുന്നവരാണോ? പൈസ തല ഉള്ളവനെ കൊണ്ട് പൈസ കൊടുത്താൽ എന്തുണ്ടാവും? തല ആള് വിലക്ക് വാങ്ങിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? പണിയെടുപ്പിക്കുന്നുണ്ടാവും. ആണല്ലോ. അപ്പം ആൾ അത്രയും ചിന്തിച്ചു. 1000 കോടി അയാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ അത്രയും ചിന്തിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കൺസെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിന്റെ വാല്യൂ ഉള്ള മൊബൈൽ ഫോൺ എത്ര ഉണ്ടാവും? മിനിമം എത്ര ഉണ്ടാവും? പറയ്. ഒരു 10,000 20,000 അല്ലേ? ആ രൂപ പോലും നമ്മൾ ഇടുന്ന സമയത്ത് 100,000 ചിന്ത. 1000 കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബോബി ചെമ്മണ്ണൂരിന് ആ ചിന്ത ഇല്ല അല്ലേ? നമ്മൾ ചിന്തിച്ചതിന്റെ 100 ഇരട്ടി ആൾ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഇത്ര മാത്രമേ ചിന്തിച്ചുള്ളൂ. ഫിജി കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഞാൻ കണ്ടത് 32 ലക്ഷം ജനങ്ങളുള്ള കോഴിക്കോട് എന്ന് പറയുന്ന ജില്ലയാണ്. പുതിയങ്ങാടി എന്ന് പറയുന്ന എന്റെ 30ഓളം സുഹൃത്തുക്കൾ നോ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു അതുല്ലാതിനോട്, എനിക്കിത് പറ്റില്ല, അല്ലേ നിങ്ങളിത് ചെയ്തോളൂ. ആ സമയത്ത് അതിൽ പറഞ്ഞു നമുക്ക് നാളെ ഒന്ന് മീറ്റ് ചെയ്യാം. അങ്ങനെ അതിലും എന്റെ ലീഡർ, ഞങ്ങളുടെ അതുലിന്റെ ലീഡറുമായിട്ടുള്ള രഞ്ജുലാൽ സാർ, ഞങ്ങൾ ഇവർ രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് ചോദിച്ചു എന്താ വിദ്യം പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞില്ല, എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നില്ല. പക്ഷെ കുത്തി ചോദിച്ച സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു. അങ്ങനെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്തുക്കൾ നിൽക്കാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നില്ല. അപ്പൊ എന്നോട് ആള് പറഞ്ഞു ഓക്കെ നീ ഇത് ചെയ്യണ്ട, പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞു ഒരു എക്സാമ്പിൾ ആണ്. ആ എക്സാമ്പിൾ എന്തിനാണ്? പിന്നെ നീ മരിച്ചുപോയാൽ നിന്റെ ശരീരം എടുക്കാൻ, നിന്റെ ശവശരീരം എടുക്കാൻ എത്ര പേര് വേണം മിനിമം? അല്ലേ? നീ ജീവിച്ചിരിക്കുമ്പോ നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് നിനക്ക് 2 പേരെ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ നീ മരിക്കുന്നതാണ് നല്ലത്. നിങ്ങളെ മുഖത്തൊക്കെ എടുത്തും പറയാ നീ മരിച്ചേക്ക്. നിങ്ങളാണ് എന്ത് ചെയ്യും? എനിക്കത് കേറി സാധിക്കും. എന്നാന്ന് ചെയ്യണല്ലോ, ഒന്ന് കാണണല്ലോ, അത് വെമ്മാരെ മുന്നിൽ ഇത് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ള വാശി തന്നെ എന്ത് ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്കിത് ചെയ്യണം, എന്താ ചെയ്യേണ്ട? അത് സാർ പറഞ്ഞു ഇത് പഠിക്കണം. വേറെ ശനിയാഴ്ച എന്താ പറയുക, ഒരു പരിപാടി ഇല്ല, എന്നാ ഒരു ബിരിയാണി ഇന്ന് ഉച്ചക്ക് നീ എൻ്റെ കൂടെ വരണം. സംഭവം വേറെ ഒന്നല്ല, ഈ ബിസിനസിന്റെ ഒരു ട്രെയിനിങ് ക്ലാസ് ഉണ്ട് രാവിലെ 9 മണി മുതൽ 5 മണി വരെ. ട്രെയിനിങ് എന്നൊന്നും പറഞ്ഞാൽ ഞാൻ പോകില്ല. എനിക്ക് സപ്ലി കിട്ടാൻ കാരണം എന്താ അറിയോ? ക്ലാസ്സിൽ കയറാത്ത ഞാൻ പിന്നെ ഈ വേറൊരു ക്ലാസ്സിൽ പോയിരിക്കോ? ഇല്ല. പക്ഷെ ആള് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൂടെ നോക്കി ലക്ഷ്യമാണ് പ്രധാനം, മാർഗമല്ല എന്നുള്ളത്. വിന്ദാസിനെ അവിടെ ട്രെയിനിങ് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസിനെ കുറിച്ച് നോളജ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യം. അത് അയാൾ ചെയ്തു. അന്ന് രാവിലെ 9 മുതൽ 5 മണി വരെ ആ ട്രെയിനിങ് സെക്ഷനിൽ ഇരുന്ന സമയത്ത് എനിക്കിത് മനസ്സിലായി എങ്ങനെ ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് ചെയ്യണം, ഏത് രീതിയിൽ ഇത് ചെയ്യണമെന്ന്. അവിടുന്ന് തുടങ്ങി 5 വർഷക്കാലം ഇപ്പുറം ഇന്ന് കമ്പനിയുടെ NSTM എന്ന് പറയുന്ന റാങ്കിൽ നിൽക്കുന്നു. ഫിജി കാർഡിൽ ഓൾ ഓവർ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഈ ബിസിനസ്സിൽ ഒന്നാമത്തെ കാര്യം എൻട്രി വെക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മ കൊടുത്തുള്ള ഒരു മോതിരം, ആ മോതിരമാണ് തരുമ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ ആകെ ഓർമ്മയുള്ള ഈ ഒരു കാര്യമാണ്, ഇത് കൊണ്ടേ ചാടരുത്. ഞാൻ ചിരിച്ചുകൊണ്ടാണ് വാങ്ങുന്നത്, പക്ഷെ ഉള്ളിൽ പേടിയുണ്ട്. കാരണം ഈ മോതിരം ഒറ്റ പോയി കഴിഞ്ഞാൽ പിറ്റേന്ന് എന്ത് ചെയ്യില്ല, വീട്ടിൽ നിന്ന് റേഷൻ കിട്ടൂല. സത്യം പറഞ്ഞാൽ ആ മോതിരമാണ് 24 ദിവസം കൊണ്ട് കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന് പറയുന്നത്. അതായത് ചില ആളുകൾ, ഞാൻ ഈ ബിസിനസ് പറയുന്ന സമയത്ത് ചില ആളുകൾ പറയും പണമില്ല, പിന്നെ നോക്കാം, ആലോചിക്കാം, പറയാം. ഞാൻ പണമില്ല എന്ന് പറയുന്ന ആളോട് ഞാൻ പറയുന്ന കാര്യമാണ്, പണം ഉണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഫിജി കാർഡ് ചെയ്യണം? ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞ പണമുണ്ട്, നീ അതാ അടിപൊളി ബിസിനസ് ആണ് പറഞ്ഞാൽ ATM എടുത്ത് ഇങ്ങനെ മുന്നിൽ വെക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും നീ പിന്നെ എന്തിനാ ബിസിനസ് ചെയ്യുന്നത്? ATM പിടിച്ചോ, പൈസ ഉണ്ടല്ലോ. പൈസ ഇല്ല, 10 ലക്ഷം രൂപ കടാണ്. അവൻ ദിവസം പണിക്ക് വന്ന് 800 രൂപ കൂലിപ്പണിക്കാം. 10 ലക്ഷം രൂപ അവന്റെ വീടിന്റെ ഹോം ലോൺ ഉണ്ടാവും, 20 ലക്ഷം രൂപ ഹോം ലോൺ ഉണ്ടാവും. കാട്ടാമുള്ളവനാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത്, സ്വപ്നങ്ങൾ ഉള്ളവനാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത്. 400 രൂപ 450 രൂപക്ക് പണിക്ക് പോയ എനിക്ക് വീടില്ലായിരുന്നു. 16ഓളം ആളുകൾ നിൽക്കുന്ന കൂട്ടുകുടുംബ ഫാമിലി. എന്റെ സ്വപ്നം വീട് നല്ലായിരുന്നു. വീട് എന്നുള്ളത് എന്റെ അമ്മയുടെ സ്വപ്നമാണ്. അതെങ്ങനെ എന്റേതായി മാറി എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു ഇൻസിഡന്റ് പറയാം. ബോറടിക്കുന്നുണ്ടോ? എനിക്കറിയാം, അല്ലാതെ ഞാൻ ചോദിക്കാണ്. ഓക്കെ, അപ്പോ ഒരു ഇൻസിഡന്റ് വേറെ ഒന്നല്ല. ഒരു മഴക്കാലം നമ്മള് ലേഡീസ് മെൻസസ് ആയി കഴിഞ്ഞാൽ ഹിന്ദുസിൽ എന്ത് ചെയ്യും, വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അടുക്കള ഭാഗത്തേക്ക് മാറി ഇത് വിളക്കെത്തിക്കുന്ന സ്പോട്ട് പൂജാ റൂമിൽ നിന്ന് എന്ത് ചെയ്യും, ഒന്ന് മാറിക്കും. അങ്ങനെ അമ്മ മെൻസസ് ആയ സമയത്ത് അടുക്കള ഭാഗത്തേക്ക് അമ്മ മാറി. അന്ന് വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ഞങ്ങള് വീട്ടിൽ ഓൾറെഡി തീരദേശ മേഖലയിലാണ്, നല്ലോണം കാറ്റ് വീശും, ഓടിട്ട വീടാണ്. 1945 വീടുണ്ടായത്, സ്വാതന്ത്ര്യദിനം കിട്ടുന്നതിനേക്കാൾ വേണ്ടി.
അച്ഛൻ ഉണ്ടാക്കിയ വീടാണ്. 4 റൂമാണ്. ഞാൻ, എൻ്റെ അമ്മ, എൻ്റെ ഏട്ടൻ 3 പേരും ഒരു റൂമിലാണ്. അച്ഛൻ്റെ 3 അനിയന്മാരുണ്ട്, അവരും ഓരോ റൂമാണ്. റൂം എന്ന് പറഞ്ഞാൽ വലിയ സ്പേസ് ഒന്നുമില്ല. ഒരു ബെഡ് ഇട്ട്, ഒരു അലമാര ഇട്ട്, ഒരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നടുവിൽ ഒരു പായ ഇട്ട് കഴിഞ്ഞാൽ നടക്കാൻ പോലും സ്പേസ് ഇല്ല. അത്രയും കുഞ്ഞു റൂം. ആ കുഞ്ഞു റൂമിലാണ് 3 പേരുണ്ടായത്. അമ്മ മനസ്സിലായ സമയത്ത് അടുക്കള ഭാഗത്തേക്ക് പോയി. ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റിനും തെങ്ങുകളുണ്ട്. കാറ്റ് വീശുന്ന സമയത്ത് തേങ്ങ എന്ത് ചെയ്യും? വീഴും, നേരെ വീട്ടിലേക്കാണ് വീഴുക. ഓട് പൊട്ടും. ഓട് പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട് ആദ്യം പഴന്ന് പറഞ്ഞാൽ താഴെ, ഓടിൻ്റെ താഴെ നമ്മളിപ്പോൾ ജിപ്സല്ലേ, ഈ ജിപ്സത്തിന് പകരം കാർബോർഡാണ്. ഓട് പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം നേരെ കാർബോർഡിലേക്ക് പോകും. കാർബോർഡ് പിന്നെ എന്ത് ചെയ്യും? നേരെ ഇറ്റാൻ തുടങ്ങും. ഇതാണ് ഞങ്ങളുടെ റൂമിലെ അവസ്ഥ. റൂമിലെ അവസ്ഥ വരുന്ന സമയത്ത് ഞാൻ കിടന്നുറങ്ങും. വേറെ ഏട്ടനും അമ്മയാണ് എന്ത് ചെയ്യുക? ചെമ്പ് നിലവെക്കും. ചെമ്പിന്റെ എണ്ണം കൂടി തുടങ്ങി. കാരണം ഇത് രാത്രി കൊണ്ടുപോയിട്ട് ഈ ഓട് മാറ്റാൻ പറ്റില്ല, രാവിലെ ആവണം. അപ്പം ഒരു സമയത്ത് അടുക്കള ഭാഗത്ത് ഇതിനേക്കാളും അവസ്ഥയാണ്. ഓട് ഫുള്ള് പൊട്ടിക്കെടുക്കണം. അങ്ങനെ പൊട്ടിയെടുത്ത് അമ്മ ചാർജർ കുത്താൻ വേണ്ടി നേരെ ചാർജർ വെച്ചു. സ്വിച്ച് ഇട്ട ഭാഗത്ത് ഷോക്ക് ഇട്ട് വന്നു. രാവിലെയാണ് സംഭവം. വീട്ടിലാരും എല്ലാവരും പുറത്തേക്ക് വന്നു. ഞാനും ഏട്ടനായിരുന്നു. ഓടിപ്പോയി റോട്ടുമിൽ നോക്കുന്ന സമയത്ത് ആരും വണ്ടി ഒന്നും കാണുന്നില്ല. പക്ഷെ ഒരു കൊറ്റം കൂട്ടുകാരുണ്ട്, ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവരോട് കാര്യം പറഞ്ഞു. അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ കാറുണ്ട്. നേരെ കൊണ്ടുപോയി ബീച്ച് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. കാരണം വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കീശയിൽ പൈസ ഇല്ല, ദുഡില്ല. ഇപ്പൊ നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ മക്കൾക്ക് ഒരു സുഖക്കേട് വന്നു കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലാണ് പൈസ കുറവ് എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ നോക്കാം, അല്ലേ? ഞാനും അങ്ങനെ തന്നെ നോക്കി. കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. ബീച്ച് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടേഴ്സ് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. സത്യം പറഞ്ഞാൽ പേടിച്ച് കരഞ്ഞു. ഞാൻ ഏട്ടനുണ്ട്, ഞാനും ഏട്ടനുള്ള പാപ്പന്മാരെല്ലാം വരുന്നുള്ളൂ. അങ്ങനെ ഡോക്ടർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. ആൾക്ക് ഷോക്ക് ഏറ്റ് സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ബോധക്ഷയാണ്, വേറെ ഒന്നുമില്ല. പക്ഷെ അമ്മയോട് പറയണം, ഇനി മുതൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ എടുത്തു പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം വരെ അമ്മക്ക് ഇപ്പോഴും പേടിയാണ്. ഒരു മൊബൈൽ ഫോണിന്റെ ചാർജർ കുത്താൻ വരെ നമുക്ക് പേടിയാണ്. ഒരു മൊബൈൽ ഫോണിന്റെ ചാർജർ കുറെ പേടിയില്ലാതെ കുത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, അമ്മക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് മകനാണെന്ന് ഞാൻ ചിന്തിച്ചത്. ആ പേടി ഇല്ലാതാക്കണമെങ്കിൽ എനിക്ക് പറ്റണം. അവിടുന്ന് ഒരു വീട് വേണം എന്നുള്ള സ്വപ്നം ഉണ്ടായി. എന്റെ സ്വപ്നമല്ല, അമ്മയുടെ സ്വപ്നം. അവിടെ നിന്ന് ഫിജിക്കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അങ്ങനെ ഒരു ചാൻസ് ആണ് മനസ്സിലായി. അന്ന് ഞാൻ കമ്പനിയുടെ സെയിൽസ് മാനേജർ പറഞ്ഞ റാങ്കിലേക്ക് കയറി. അവിടെ നിന്ന് വെച്ചാൽ ഇതിനൊരു ഡെപ്ത് ഉണ്ട്. കാരണം 32 ലക്ഷം ജനങ്ങളുള്ള കോഴിക്കോട് നിന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയങ്ങാടി എന്ന് പറയുന്ന ഒരു കുഞ്ഞു സ്ഥലത്ത് മാത്രം നിന്നുകൊണ്ടാണ് ഞാൻ കമ്പനിയുടെ സെയിൽസ് മാനേജറായി. ഞാൻ ആലോചിച്ച കാര്യം, എൻ്റെ നാട്ടിൽ, എൻ്റെ പഞ്ചായത്തിൽ മിനിമം ഒരു 15,000 ആളുകളുണ്ട്. ഇതിലൊരു 5,000 ആളുകൾ എൻ്റെ ടീമിൽ വന്നാൽ ഞാൻ കമ്പനീൻ്റെ NSM എന്ന് പറഞ്ഞ റാങ്കാണ്. 50 ലക്ഷം രൂപയാണ്. ഒന്ന് വിചാരിച്ചാൽ നടക്കുന്നതാണ്, പോസിബിൾ ആണ് എന്നുള്ള തോട്ട് ലെവൽ ഇറങ്ങി. ഈ സമയത്ത് പല സമയത്തും കാലിടറിയിട്ടുണ്ട്, പല സമയത്തും ഈ ബിസിനസ് ഇട്ടേച്ച് പോകാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഓടി. കാരണം വലിയൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. കൺസിസ്റ്റൻസി ആയിട്ട് ഓടി. ആ ഓടിയെടുത്ത് ഇന്ന് സ്വന്തമായിട്ട് ഒരു 6 സെന്റ് സ്ഥലം വിത്തൗട്ട് ലോണിൽ 18 ലക്ഷം രൂപയുടെ സ്ഥലമാണ്. ഏകദേശം ഇന്ന് നിൽക്കുന്ന വീടിന്റെ വില 1 കോടി രൂപ. വീട്ടിൽ ഇന്ന് ഹോം തിയേറ്റർ വരുന്നുണ്ട്. 4 റൂമുണ്ട്, ഒരു ഹോം തിയേറ്റർ ഉണ്ട്. ഇപ്പൊ ഇന്ന് അമ്മ ആ വീട്ടിലാണ്, ഏട്ടൻ ഗൾഫിലാണ്. ഏട്ടന്റെ കല്യാണം വരുന്നുണ്ട് ജനുവരി, ഈ വരുന്ന 2 മാസം കഴിഞ്ഞാൽ ജനുവരി 26-നാണ്. അപ്പൊ ആള് വരുന്നുണ്ട്. ആള് വന്നു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യതാണ്, എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡന്റ്. ആ ഇൻസിഡന്റിൽ നിന്നാണ് ഫിജിക്കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏറ്റെടുക്കണം എന്നുള്ളത്. അപ്പൊ വ്യക്തമായ ഒരു സ്വപ്നവും ആഗ്രഹവും ഉണ്ടെങ്കിൽ ഇതിൽ വിജയിക്കാൻ പറ്റും. ഫിജിക്കാർഡ് ചെയ്യുന്നവരെല്ലാവരും രക്ഷപ്പെടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, സത്യമായിട്ടും അറിയില്ല. ഈ കൺസെപ്റ്റിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ഈ ബിസിനസ് ഏറ്റെടുക്കണം. ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് ആരാണോ നിങ്ങളോട് പറഞ്ഞ് അയാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ അയാളെ കൂടെ കട്ടക്ക് നിന്ന് ഈ ബിസിനസ് ചെയ്യണം. പല സമയത്തും പുറത്തു നിന്നുള്ള കലിംഗ് സമിതികൾ പലതും പറയും, അത് നമ്മൾ കേൾക്കരുത്. നമ്മുടെ ചുറ്റുപാടുള്ള പലരും പറഞ്ഞുതരും. ഈ ബിസിനസിനെ കുറിച്ച് അറിയാത്തവരാണ്. ഇപ്പം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. എനിക്ക് SLC അല്ല, ഇദ്ദേഹത്തിന് SLC എനിക്കറിയാം, SLC ജയിച്ച ആളാണെന്ന്. എക്സാമ്പിളാണ്, SLC പാസ്സാവണം. മേഡം SLC പാസ്സാകണം, ഞാൻ തോറ്റവനാണ്. സാർ ആരെടുത്താ അദ്ദേഹത്തിന്റെ SLC ജയിക്കാൻ? ജയിച്ചോന്റെ അടുത്തല്ലേ? എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആൾക്ക് SLC പാസ്സാവാൻ പറ്റുമോ? ഞാൻ തോറ്റവനല്ലേ? ഫിജിക്കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരോടാ ചോദിക്കേണ്ടത്? ഫിജിക്കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ചെയ്യുന്നവനോടാണ്, അല്ലെ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിച്ചവനോടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ സാധ്യതകളെ കുറിച്ച് ചോദിക്കേണ്ടത്. ഈ ബിസിനസ്സിൽ തോറ്റവനോട് പോയി ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ അവൻ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, മോനെ വീയണ്ട, അത് കുണ്ടാണ്, ആ ചളിക്കുണ്ടിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ പൊന്താൻ പറ്റില്ല എന്ന്. പക്ഷെ ആ പറയുന്നവനാണ് അറിയില്ല, എല്ലാ കുണ്ടും ചളിക്കുണ്ടല്ല, ഏതൊക്കെയോ കുണ്ടിൽ വജ്രമുണ്ട് എന്നുള്ള കാര്യം. അതിനെന്ത് ചെയ്യണം? ആ കുണ്ടിൽ ഇറങ്ങി നോക്കിയാൽ അറിയുള്ളൂ.
അതിൽ വജ്രമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇറങ്ങി നോക്കണം. ഈ ബിസിനസ്, ഈ ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് നിങ്ങളുടെ അവസരമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കണം. ഇത് ചെയ്തു നോക്കിയാലേ ഇത് എന്റെ അവസരമാണോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ടത്. ഇപ്പൊ ഫിജി കാർഡിനെ കുറിച്ചല്ല, ഇത് വേണോ വേണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരൊറ്റ ചോദ്യം ഞാൻ എല്ലാ സദസ്സിലും പറയുന്ന കാര്യമാണ്, ഇവിടെയും ചോദിക്കാം. നിങ്ങളുടെ 5 തലമുറയുടെ പേര് അറിയുന്ന എത്ര പേരുണ്ട് ഇവിടെ? മനസ്സിലായില്ല? അച്ഛൻ, അച്ചച്ചൻ, മുത്തച്ഛൻ, മുതുമുത്തച്ഛൻ, അതിന്റെ മുകളിലുള്ള അച്ഛൻ, 3 പേരുടെ അറിയാം. വേറെ 5 തലമുറയുടെ പേര് അറിയണം. 5 തലമുറയുടെ ആരുണ്ടോ? 5 തലമുറയുടെ പേര് അറിയോ? എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല. എനിക്ക് അച്ഛന്റെ പേര് അറിയാം, അച്ഛന്റെ പേര് അറിയാം, ഇത് രണ്ടും അറിയില്ല. പക്ഷെ ഇതറിയാം. ആളുടെ പേര് പക്രു, കോഴാറോഡ് സ്വദേശിയാണ്. ആളുടെ പേരിൽ ഇന്നും ഒരു 3.5 ഏക്കർ സ്ഥലമുണ്ട്. ആളുടെ പേരിൽ എന്ന് പറഞ്ഞാൽ കുടുംബ സ്വത്തായിട്ട്. 1 സെന്റിന് കോഴിക്കോട് പോയിട്ടോ? കോഴിക്കോട് ബീച്ചിൽ പോയിട്ടോ? ബീച്ചിൽ നിങ്ങൾ നോക്കിയാ ബീച്ചിൽ 2 വരിപ്പാതല്ലേ? ആ 2 വരിപ്പാതിന്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം എടുക്കുന്നത്. 1 സെന്റിന് മിനിമം ഇപ്പം ചോദിക്കുന്നത് 18 ലക്ഷം മുതൽ 25 ലക്ഷം വരെ. 3.5 ഏക്കറിന് 3.5 ഏക്കറിന് കോടികൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ഇത് താഴ്വഴിയായി ഇത് വിറ്റ് പൈസ വരുമ്പോ എന്താവും? നമ്മളെ കീശയിലും ലക്ഷങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഓർത്തു വെക്കുന്നു, പേര് പക്രു. എന്തുകൊണ്ടാ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചപ്പോ ഓർത്തു വെക്കാത്തത്? ഓർത്തു വെക്കാൻ മാത്രം ഒന്നും തന്നിട്ടില്ല അല്ലെ? നിങ്ങൾ കല്യാണ സിൽസിൽ പോയിട്ടോ? കല്യാണരാമൻ 5 ഫോട്ടോ പൂവിട്ട് പൂജിക്കുന്നതാണ്. എന്തുകൊണ്ടാ? പൂവിട്ട് പൂജിക്കാൻ വേണ്ടി മാത്രം കല്യാണരാമൻ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ? ഇതേ ചോദ്യം ഇന്ന് ഈ ഹാള് നിശബ്ദരായ അതേ ചോദ്യം നിങ്ങളുടെ തലമുറയോട് ചോദിക്കാണ്. 5 തലമുറയുടെ താഴത്ത് നിങ്ങളുടെ 5 തലമുറയുടെ പേര് അറിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തുറപ്പുണ്ട് നിങ്ങളുടെ പേര് ഓർത്തു വെക്കുമെന്നുള്ളത്? എന്തുറപ്പുണ്ട് അല്ലെ? ഇന്നത്തെ കാലഘട്ടം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടം സ്വന്തം അച്ഛനെയും അമ്മയും വൃദ്ധസദനത്തിൽ കൊണ്ടുവെക്കുന്ന കാലഘട്ടം അല്ലേ? ആണോ അല്ലേ? ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മൾ കാണുന്നല്ലേ സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും അല്ലേ? അങ്ങനത്തെ ഒരു കാലഘട്ടത്ത് നമ്മളുടെ പേര് ഓർത്തു വെക്കുമെന്ന് എന്തുറപ്പുണ്ട്? സോ അവർക്ക് വേണ്ടി ഓർത്തു വെക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടേ പോവാം. അതിന് കിട്ടിയ വലിയൊരു അവസരം തന്നെയാണ് ഫിജി കാർഡ്. ഫിജി കാർഡ് മാത്രമാണോ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഫിജി കാർഡ് എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ് കാരണം 3 രാജ്യങ്ങൾ ഇന്ന് കണ്ടു. 26-ാം വയസ്സിൽ 3 രാജ്യങ്ങൾ. 4ാമത്തെ രാജ്യം എന്താ കാണാൻ പോകുന്നു? വരുന്ന ഡിസംബറിൽ ഇത് അവിടുത്തെ കുറെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അത് തായ്ലൻഡ് ട്രിപ്പെല്ലാം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളുണ്ട്. പട്ടായ, അതുപോലെ തന്നെ ബാങ്കോക്ക്, ഇങ്ങനത്തെ 2-3 സ്ഥലങ്ങളിലാണ് കമ്പനി കൊണ്ടുപോകാൻ പോകുന്നത്. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ 1 മാസം മുന്നേ ഞാൻ ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ അമ്മ ഇങ്ങനെ നോക്കാം, ട്രിപ്പ് പോകുന്നു ഇങ്ങനെ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ അമ്മേനെ കൊണ്ട് ഒരു ട്രിപ്പ് പോയി. കഴിഞ്ഞ 1 മാസം മുന്നേ മലേഷ്യയിൽ ഞാനും അമ്മയും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയും ഏകദേശം ഒരു 4 ദിവസം അടിച്ചു പൊളിച്ചു വന്നു. ഒരു മുസ്ലിം കൺട്രിയാണ്, പക്ഷെ നല്ല അടിപൊളി രസമുണ്ട്. അടിപൊളിയായിട്ട് പല സ്ഥലങ്ങൾ കണ്ടു. അമ്മ ഹാപ്പിയായി. കുറെ ഫോട്ടോസ് ഇട്ട് അമ്മന്റെ മറ്റേ പൂർവ്വ ഗ്രൂപ്പെല്ലാം ഉണ്ട്, അതായത് 10ാം ക്ലാസ്സിൽ പഠിച്ച ഗ്രൂപ്പെല്ലാം ഉണ്ട്. അമ്മമാര് സ്റ്റൈലാക്കല, ആ ഗ്രൂപ്പിലെല്ലാം ഫോട്ടോ ഇടുന്നു, ഇതാക്കുന്നു. അപ്പൊ കുറെ ആൾക്കാർ വീഡിയോ കോൾ ചെയ്യുന്നു. അങ്ങനെ അപ്പൊ നമുക്കിത് കാണാൻ നമുക്ക് ഹാപ്പി. ഏകദേശം ആ ടൂറ് പോയി വരാൻ 2 ലക്ഷം രൂപ എടുത്ത് വന്നിട്ടുണ്ട്, ചെലവ് വന്നിട്ടുണ്ട്. ഞാൻ കമ്പനി വക ഒരു രാജ്യം കണ്ടു, സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യം. നിങ്ങൾ ഫിജി കാർഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ലൈഫിൽ കാണേണ്ട ഒരു സ്ഥലമാണ്. വെറും 5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു രാജ്യം, ചുറ്റും കടലുള്ള ഒരു രാജ്യം. പക്ഷേ സോ എക്സ്പെൻസീവ്. നമ്മുടെ നാട്ടിലൊരു കുപ്പിവെള്ളം ഉണ്ടല്ലോ, ആ കുപ്പിവെള്ളത്തിന് ആ രാജ്യത്ത് എത്രയാണെന്നറിയോ? 2 സിംഗപ്പൂർ ഡോളറാണ്. ഒരു സിംഗപ്പൂർ ഡോളറിന് എത്ര രൂപ എന്നറിയോ? 60 രൂപ. അപ്പൊ ഇന്ത്യൻ മണി കുപ്പിവെള്ളത്തിന് 120 രൂപ ഒരു കുപ്പിവെള്ളത്തിന് ഇന്ത്യൻ മണിക്ക്. അപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല അവിടെ എത്രത്തോളം എക്സ്പെൻസീവ് ആണെന്ന്. 1 രൂപ പോലും ചെലവാക്കാതെ കമ്പനി കൊണ്ടുപോയി ഞങ്ങളെ കുറച്ച് പേര് ഫിജി കാർഡ് എന്ന് പറയുന്നത്. സോ ഈ ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ്സിൽ പണം മാത്രമല്ല കിട്ടുക, ഇതുപോലെ പല അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ലൈഫിൽ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന കാര്യം, മോനെ പൈസയും കാര്യമൊന്നുമില്ല, ഇവന്റെ പോലൊന്ന് മാറിയല്ലോ, ഇങ്ങനെ ഒന്നല്ലേന്ന്. അത് ഞങ്ങൾ കണ്ടാൽ തന്നെ പറയും ഇവനെ എവിടുന്നായിരുന്നു, മുടിയൊക്കെ കേള് ചെയ്ത് മറ്റേതാക്കി ഇങ്ങനെ കോഴിരസം കൊണ്ടുവരുത്. ഇപ്പൊ കുറെയൊക്കെ വൃത്തിയോട് മാറിയില്ലേ അല്ലേ? കുറച്ചുകൂടി മാറും
അടുത്ത കൊല്ലം ആവട്ടെ, 3 മാസം കൂടി കഴിഞ്ഞ് 1 കോടി അങ്ങ് വരും. അപ്പൊ കുറച്ചുകൂടി വൃത്തികേടങ്ങ് മാറും. ഇതില്ലെങ്കിലേ മറ്റേ സിനിമാ നടന്മാരൊക്കെ പൃഥ്വിരാജ്, അങ്ങനെ ടൊവിനോ തോമസ്, ഇവരൊക്കെ എന്താ അങ്ങനെ തുള്ളന്മാരായി നടക്കുന്നത്? ദുൽഖർ, ഇവരൊക്കെ എന്തുകൊണ്ടാ? പൈസ വരുമ്പോ നമ്മുടെ ലുക്ക് മാറും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും, നമ്മുടെ സ്റ്റൈല് മാറും. സോ ഫിജിക്കാർഡ് എന്ന് പറയുന്ന അവസരം വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. വേറൊന്നല്ല, കോട്ടയത്ത് എത്ര ജനസംഖ്യ ഉണ്ട്? 36 ലക്ഷം ജനസംഖ്യയുള്ള കോട്ടയത്ത് ഈ ഹോളിൽ ഇരിക്കുന്നവരെ ഫിജിക്കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുന്നുള്ളൂ. ഇതാണ് നിങ്ങളുടെ സ്പേസ്. ഇന്ന് കോഴിക്കോട് നിങ്ങൾ ഫിജിക്കാർഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കോഴിക്കോട് ഫിജിക്കാർഡ് അറിയാത്ത ആളുകളില്ല. ഞങ്ങളുടെ ഗ്രൗണ്ടിൽ നിന്ന് വേറെ ഒരുത്തനും വന്നിട്ട് എന്ത് ചെയ്തില്ല, ഫിജിക്കാർഡ് കളിക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. അത് ഞങ്ങൾ നിൽക്കുമല്ല. അത് ഞങ്ങളുടെ നാടാണ്, അവിടെ ഞങ്ങളെ അടിക്കുള്ളൂ. ഇന്ന് നിങ്ങളുടെ ഗ്രൗണ്ടിൽ കോഴിക്കോട് നിന്ന് കുറെ ലീഡേഴ്സ് നടത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോളി എല്ലാവരുമായിട്ട് ഞാൻ പറയണേ, എല്ലാവരും ശ്രദ്ധിച്ചോളി. അപ്പം അറിഞ്ഞു കളിക്കാൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വെറും കാല കോടീശ്വര മക്കൾക്ക്, കോട്ടയത്തെ കോടീശ്വര മക്കൾക്ക് ഒരു 26 വയസ്സുകാരന്റെ പ്രണാമം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. വലിയൊരു കൈയടി. അപ്പൊ നമുക്കറിയാം